ഹായ് അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ നോമ്പ് 19 അൽഹംദുലില്ലാ. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും സീന താത്താൻ്റെ അനിയൻ്റെ വീട്ടിൽ സലീമാക്കാടെ ഷാഹിന താത്തയുടെ വീട്ടിലാണ് നോമ്പ് തുറ വെച്ചിരിക്കുന്നത്. സീനാത്താടെ വീടിന് തൊട്ടിപ്പുറത്താണ് അവർ താമസിക്കുന്നത്. താത്തായും 3 മക്കളാണ് ഇവിടെ താമസിക്കുന്നത്. കാക്ക ഗൾഫിലാണ്, സൗദിയിലാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 4 സഹോദരങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് സവാളയും ക്യാരറ്റും പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട്. ഒരു 10-11 മണിയായപ്പോഴും പാചകമൊക്കെ തുടങ്ങി കേട്ടോ. നമ്മൾ വൈകിട്ടത്തേക്കുള്ള ബീഫ് കറിയും ചില്ലി ചിക്കനാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് കേട്ടോ. ബാക്കി പൊരിപ്പൊക്കെ നമ്മൾ ഉച്ച കഴിഞ്ഞേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മളിവിടെ ബീഫിനുള്ള മസാല തയ്യാറാക്കുന്നുണ്ട്, സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ സമൂസയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിങ്ങിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ പെങ്ങളൂട്ടി താത്ത ഇവിടെ ബീഫൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. താത്ത അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കും. കാക്ക ഇവിടെ അപ്പോഴത്തേക്കും ചില്ലി ചിക്കനൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാക്ക അടിപൊളി കുക്കിങ്ങാണ് കേട്ടോ. കാക്ക മന്തി, ചില്ലി ചിക്കൻ, ഇതുപോലെ ബീഫ് കറി, അത് ബിരിയാണി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കാക്ക ഉണ്ടാക്കും. കാക്ക പോലീസിലായതുകൊണ്ട് തന്നെ കാക്കാരെ ലീവ് നോക്കിയാനായിട്ട് ഇവിടെ നോമ്പ് തുറയൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ മോദകത്തിന് സമൂസയ്ക്കുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചില്ലി ചിക്കനുള്ള മസാല തയ്യാറാക്കിയാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയായിട്ട് തിരക്കിലാണ് കേട്ടോ. ഇവിടെ 4 പേരും കൂടെ ചേർന്ന് സമൂസ ഷീറ്റിൽ ഫില്ലിങ് നിറയ്ക്കണേ. നമുക്കത് പൊരിച്ചെടുക്കാൻ വൈകിട്ട്. ഇന്നിപ്പോൾ 2-3 ജാതി പലഹാരങ്ങളുണ്ട്. അതെല്ലാം വെറൈറ്റി പലഹാരങ്ങളാണ്. രാവിലെയൊക്കെ ഫുള്ള് കുക്കിംഗ് വൈബാണ് കേട്ടോ. അപ്പോഴേക്കും ഷാഹിന താത്തയുടെ ഉമ്മായും താത്തായൊക്കെ എത്തിയിട്ട് അവർ അഞ്ചലാണ് താമസിക്കുന്നത്. താത്താക്ക് ഒരു സഹോദരനുണ്ട്. സഹോദരൻ ഗൾഫിലാണ് ഫാമിലിയായിട്ട്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. മഞ്ഞ തണ്ണിമത്തങ്ങ നമ്മൾ റെഡ് തണ്ണിമത്തങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല തിരക്കിലാണ് കേട്ടോ. ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കും. ഇവിടെ പിന്നെ താത്താമാർ ചേർന്ന് അടുത്ത സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട്, ബ്രെഡ് സാൻഡ്വിച്ചും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാനായിട്ട് മുട്ടയൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് മുട്ട സമൂസയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത് മോളി താത്തായാണ് കേട്ടോ. അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും ആൾ. എല്ലാം വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കിംഗ് എല്ലാം നല്ല അടിപൊളിയായിട്ട് അറിയാം. അതുപോലെ തന്നെ യൂട്യൂബിൽ എന്ത് പാചകം കണ്ടാലും ആൾ പരീക്ഷിച്ചും നോക്കും കേട്ടോ. ആൾക്ക് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയുള്ളൂ. വൈകിട്ടൊക്കെ ആകുമ്പോഴും നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ പ്രാർത്ഥന നമ്മളെ കൂടി ഉൾപ്പെടുത്തണം കേട്ടോ. താത്ത ഇവിടെ മുട്ട സമൂസയ്ക്ക് വേണ്ടി ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സമൂസയുടെ ഷീറ്റ് വെച്ചാണ് കേട്ടോ നമ്മളിവിടെ മുട്ട സമൂസ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ നോമ്പ് തുറക്കുന്ന സ്പെഷ്യൽ എന്തായിരുന്നു കമൻറ്റ് ചെയ്യണേ. താത്ത അതവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ നാത്തൂനൊക്കെ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. താത്തയുടെ ഉമ്മായും കാക്കയുടെ ഉമ്മായാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു മൂത്ത മോൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി കുറച്ച് വിശ്രമ സമയമാണ് കേട്ടോ. ഇത്രയും നേരം എല്ലാവരും കുക്കിങ്. ഇത് താത്തയുടെ ഉമ്മായും വാപ്പായാണ് കേട്ടോ. അവരാണ് 5 താമസിക്കുന്നത്. ഇത് കാക്കയുടെ ഉമ്മ. മുമ്പ് ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരും ഇവിടെ ഒന്ന് വിശ്രമിക്കായിരുന്നത് കേട്ടോ കുറച്ച് സമയം. അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞാണ് പലഹാരങ്ങളൊക്കെ പൊരിക്കാനൊക്കെ കയറി കേട്ടോ. ഇവിടെ സമൂസയൊക്കെ പൊരിക്കാൻ കയറിയിട്ടുണ്ട്. എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ പൊരിച്ചെടുക്കാൻ വലിയ താമസമൊന്നുമില്ലല്ലോ. ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഒരുപാട് പലഹാരം ഉണ്ടാക്കാനുള്ളതുകൊണ്ട് എല്ലാവരും പല ഡ്യൂട്ടിയിലെടുത്തിട്ടുണ്ട്. ഒരാളിവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്, ഒരാൾ സമൂസ പൊരിക്കുന്നുണ്ട്, പിന്നെ ഒരാൾ മോമോസൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില്ലി ചിക്കനും ബീഫ് കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ബീഫ് കറി പിന്നെ നമ്മൾ ചെറിയ തീയിൽ തന്നെ ഇട്ടിരുന്നേ. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നും കുറച്ച് വിശ്രമിക്കാനൊക്കെ ജോലിയൊക്കെ ഒതുങ്ങി കേട്ടോ. ഒരുവിധമൊക്കെ പാചകം ഒരുവിധം ഒതുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാര്യം പറയാനൊക്കെ സമയം കിട്ടും. ഇതൊക്കെ ചെറിയൊരു വിശ്രമ വേളയാണ് കേട്ടോ. നമ്മൾ പാചകമൊക്കെ എല്ലാം ഒതുക്കി കഴിഞ്ഞൊരു 6-6:15 മണിയുണ്ട്. നമ്മളെല്ലാം നോമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പലഹാരങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പലഹാരങ്ങളും ജ്യൂസും എല്ലാം നമ്മളിവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം.